നാഷണൽ കരിസ്മാറ്റിക് ലീഡേഴ്സ് മീറ്റിങ്ങിലേക്ക് എൻ്റെ ക്ലാസ്മേറ്റായ മാത്യു നായിക്കമ്പറമ്പിൽ അച്ഛനെ ഞങ്ങളെ പഠിപ്പിക്കുന്ന എൻ്റെ ക്ലാസ്മേറ്റാണ്. ഞങ്ങൾ ക്ലാസ്മേറ്റ്സാണ്. ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന സ്പെയിൻകാരനായ മർസലീനോസ് അച്ഛൻ എന്നെ ബോംബെക്ക് കൊണ്ടുപോയി. 72 ധ്യാനമല്ല, 76 ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഡീക്കനായിരുന്നു, പറഞ്ഞു എൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് ബോംബെക്ക് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എത്ര നാളത്തേക്ക് വേണ്ടി? 2 ആഴ്ചയുണ്ട്. അയ്യോ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ധ്യാനത്തിനാണ് പോണേ, എൻ്റെ കൂടെ ധ്യാനത്തിന് വാ. എന്താണെന്ന് മർസിലിനോസ് അച്ഛനെ നായിക്കമ്പറമ്പിലച്ഛനെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ബോംബെയിലെ സെമിനാരിയിൽ ഫാദർ റൂഫസ്, ഫാദർ ഫിയോ 72 അൽമായരുടെ തന്നെ നേതൃത്വത്തിൽ അവിടെ ആരംഭം കുറിച്ചപ്പോൾ 1967 2-ാം വത്തിക്കാൻ സൂനദോസിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ ഒരു പുതിയ പന്തക്കുസ്ത, അന്ന് അതിനെ വിളിച്ചിരുന്നത് പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പിൽ ഒരു നവീകരണം ഉണ്ടായിരുന്നു. പക്ഷെ വത്തിക്കാൻ സൂനദോസിൻ്റെ വെളിച്ചത്തിൽ ഒരു നവീകരണം സഭയിലുണ്ടായി. അതിനെ വിളിച്ചിരുന്ന പേര് ന്യൂ പെന്തക്കോസ്റ്റ്, പുതിയ പന്തക്കുസ്ത അനുഭവം. അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡീക്കൺ യൂണിവേഴ്സിറ്റിയിലെ പിറ്റ്സ്ബർഗിൽ അവിടെ 1967 തുടങ്ങി വെച്ച ഈ ഒരു നവീകരണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം, അത് താമസിയാതെ 72 ഇന്ത്യയിലേക്ക് എത്തി. അതിൽ നിന്ന് ഫാദർ ഫിയോ, ഫാദർ റൂഫസ് ബോംബെയിൽ നേതൃത്വത്തിൽ ധ്യാനങ്ങൾ നടത്തി. അൽമായരാണ് തുടങ്ങിയത്. അങ്ങനെ 76 നാഷണൽ കരിസ്മാറ്റിക് ലീഡേഴ്സ് ധ്യാനം, അതിനുവേണ്ടി ഇപ്പോൾ ഈ കൺവെൻഷനിൽ കേരളത്തിലെ എല്ലാ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ നേതാക്കന്മാരും ഇല്ലേ? അലക്സ് പിതാവേ ഇല്ലേ? അപ്പം എല്ലാ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തും ഇതുപോലെ അന്ന് അറിയപ്പെട്ടിരുന്ന, ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്ന വളരെ ചുരുക്കം കരിസ്മാറ്റിക് ലീഡേഴ്സ്. അപ്പോൾ ബോംബെയിൽ നിന്ന് മാത്രമായിരുന്നു. അതിൽ ആലുവ സെമിനാരിയിൽ നിന്ന് സ്പെയിൻകാരൻ, അദ്ദേഹം ആലുവ സെമിനാരിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അദ്ദേഹം യൂറോപ്പിൽ നിന്ന് കേട്ടിട്ട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നീ വാ. അങ്ങനെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതൊരു പുതിയ ലോകം, ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഫാദർ ഫിയോയുടെ പ്രസംഗം, റൂഫസിൻ്റെ പ്രസംഗം, അതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് മനസ്സിലായില്ല, എനിക്കെന്നത് മനസ്സിലായില്ല. അപ്പോൾ കരിസ്മാറ്റിക് അനുഭവം ഇതാണ്. ഹല്ലേലൂയ പറയുന്നു, പിന്നെ ജീസസ് ഈസ് ലോർഡ്. അത് ഞാനൊന്ന് പാടിക്കോട്ടെ, നിങ്ങൾ പാടുമോ? ജീസസ് ഈസ് ലോർഡ്, ജീസസ് ഈസ് ലോർഡ്, ജീസസ് ഈസ് ലോർഡ്, ജീസസ് ഈസ് ലോർഡ്. Hallelujah, 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 hallelujah. ഒന്നുകൂടി. Jesus is Lord, Jesus is Lord, Jesus is Lord, Jesus is Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അപ്പോഴാണ് ആദ്യമായിട്ട് ഈ പ്രൈസ് ദ ലോർഡ് ഞാൻ പറയാൻ തുടങ്ങി. ഫാദർ ഫിയോ, ഫാദർ റൂഫസ് അപ്പോഴേക്കും ഇൻ്റർനാഷണൽ ധ്യാന പ്രസംഗങ്ങളായി കഴിഞ്ഞിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് ബോംബെയിലെ മിക്കവാറും പള്ളികളിലും അപ്പോൾ കരിസ്മാറ്റിക് നവീകരണം 3-4 വർഷം കൊണ്ട് വളർന്നിരുന്നു. എനിക്ക് പുതിയ അനുഭവമാണ്. എന്നെ പ്രത്യേകം സ്പർശിച്ച ഒരു അനുഭവം, അവിടെ വെച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പ്, സ്തുതിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാനും സ്തുതിപ്പിൽ പങ്കെടുത്തു. ഞാൻ സ്തുതിപ്പിന് എതിരൊന്നുമല്ല, ഓവറും അല്ല. അന്നും ഇന്നും സ്തുതിപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ ഇന്ന് തന്നെ നിങ്ങളെക്കൊണ്ട് സ്തുതിപ്പിച്ചില്ലേ, അത്രയ്ക്കേ ഉള്ളൂ. പക്ഷെ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് 2 പേരെ വിളിച്ച് എമ്മാവുസ്
റിട്രീറ്റ്, എമ്മാവുസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് 2 പേരെ വിളിച്ച് നടത്തിച്ചു. അത് നമ്മുടെ കരിസ്മാറ്റിക്കിൽ അധികം ഉണ്ടായിട്ടില്ല കേട്ടോ. 2 പേര് വെച്ച് എല്ലാവരും നടത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, യു വാക്ക് ലൈക്ക് ദ 2 disciples who went to Emmaus. എമ്മാവൂസ് ശിഷ്യന്മാരെ പോലെ 2 പേര് വെച്ച് നടക്കണം. നിങ്ങൾ ചിലപ്പോൾ വഴിയിൽ വെച്ച് എമ്മാവൂസ് ശിഷ്യന്മാരുടെ അനുഭവം നിങ്ങൾക്കുണ്ടാകും. അവരെക്കുറിച്ച് പറഞ്ഞത് എന്താ? അവർ എന്തായിരുന്നു? 18-ാമത്തെ അവർ മ്ലാനവതരായിരുന്നു. നിങ്ങളെ കണ്ടിട്ട് അതാ തോന്നണേ, നിങ്ങളെയല്ല, അന്ന് എന്നെ കണ്ടിട്ട് മ്ലാനവതരായിരുന്നു. പക്ഷെ അവരുടെ കൂടെ ഒരുത്തൻ നടന്നു. അതാണ് അതിലത്തെ പ്രധാനപ്പെട്ടത്. കൂടെ ഒരുത്തൻ നടന്നു, പക്ഷെ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ തിരിച്ചറിഞ്ഞില്ല, കൂടെ നടന്നു. എന്താ തറിയിപ്പിക്കണേ? ദേ, ഞങ്ങൾക്ക് രക്ഷകനായിട്ട് ഒരുത്തൻ വന്നിരുന്നു. അവൻ 3 പ്രാവശ്യം പ്രവചിച്ച്, അല്ലെങ്കിൽ അവൻ പറഞ്ഞ് ഞങ്ങൾ രക്ഷകനാണ്, പീഡകൾ സമായിരിക്കുന്നു. പക്ഷേ അവൻ മരിച്ചുപോയി. ഇന്ന് കാലത്ത് ഞങ്ങളെ കുറച്ച് പെണ്ണുങ്ങൾ ഞങ്ങൾക്ക് ഒരു അതിശയം തന്നത് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കും. ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഞങ്ങളുടെ വഴിക്ക് പോവുക. ജെറൂസലമിൽ ഉയർന്ന മലയിൽ നിന്ന് എമ്മാവൂസിലെ താഴ്വരയിലേക്ക് 70 സ്ഥാദിയോൺ ദൂരത്തേക്ക് അവർ നടന്നു. എങ്ങനെ നടന്നേ? അപ്പൊ യേശു അവരെ കുറ്റപ്പെടുത്തി. യേശു കാറ്റഗിസം പഠിപ്പിച്ചു. യേശു വഴി കൂടെ നടന്ന് ധ്യാനിപ്പിച്ചു. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ 2 പേര് കൂടി നടക്കുമ്പോൾ നിങ്ങളുടെ പഴയ ജീവിതകാലമൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്യണം. പക്ഷെ ഒരു ബോധ്യം ഉണ്ടാവണം, ഒരുത്തൻ കൂടെ നടക്കേണ്ടത്. വഴിയിൽ വെച്ച് ഈശോ അവരോട് പറഞ്ഞു, പഠിപ്പിച്ചു. നല്ല ധ്യാന പ്രസംഗം. പക്ഷെ അവർക്കൊന്നും മനസ്സിലായി. കൂടെ നടന്നതിന് തിരിച്ചു അറിഞ്ഞില്ല. വചനം വ്യാഖ്യാനിച്ചിട്ട് അവർക്ക് വേണ്ട തരത്തിൽ അതിനെ തിരിച്ചറിഞ്ഞില്ല, ജ്വലിച്ചില്ല. അവർ പോയി. ഇതുപോലെ ചിലപ്പോൾ സംഭവം ഉണ്ടാവുമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഒരു വാക്കും കൂടി പറഞ്ഞു. പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പെട്ടുപോയ എങ്ങനെ പിന്നെ എന്ത് പറഞ്ഞ് അവരെ വാക്ക് ഉപയോഗിച്ച വാക്ക് ഏതാ? ഏത്? മ്ലാനവതര് മാത്രമല്ല, ഭോഷന്മാരാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 18-ാമത്തെ വാക്യത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. ആ കൂടെ നടന്നതിൽ ഒരുത്തൻ്റെ പേര്, മറ്റവൻ്റെ പേരെന്താ? മറ്റവൻ്റെ പേര് അറിയുന്ന ആഗ്രഹമുണ്ടാ? എല്ലാം അങ്ങനെ. ഈ 18-ാമത്തെ എമ്മാവൂസ് ശിഷ്യന്മാരിൽ 2 പേരിൽ ഒരുത്തൻ്റെ പേര് ക്ലെയോഫാസ്, മറ്റവൻ്റെ പേര് അറിയുന്ന ആഗ്രഹമുള്ളവർ എല്ലാവരും കൈയൊന്ന് ഉയർത്തിയാ എന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചേൻ. അപ്പൊ 2-ാമത്തെ ആള് തിരിച്ചറിഞ്ഞ അവര് വിളിച്ച പേര് ഭോഷന്മാർ. ഒന്ന് പ്രൈസ് ലോർഡ് പറഞ്ഞേ. അപ്പൊ തിരിച്ചറിഞ്ഞില്ലേ? പിന്നെ യേശു അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഈ എമ്മാവൂസ് എക്സ്പീരിയൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സന്ധ്യയായപ്പോൾ എന്തുണ്ടായി? 28-ാമത്തെ വാക്യത്തിൽ അവൻ തുടർന്ന് നടക്കുന്നു, അകലുന്നതായി തോന്നി. ഈ എക്സ്പീരിയൻസിൽ കൂടെ നടക്കുന്ന യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഷെയർ ചെയ്യണം. അപ്പോൾ എമ്മാവൂസ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. കർത്താവ് എവിടെ പോയി എന്നുള്ള കർത്താവ് അകലുന്നൊരു ഭാവത്തിൻ്റെ. പക്ഷേ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ, വിശുദ്ധ പാപ്പ, പരിശുദ്ധ കുർബാനയെ കുറിച്ച് എഴുതിയ അതിമനോഹരമായ ചാക്രിക ലേഖനത്തിൻ്റെ പേരാണ് മാനെ നൊബിസ്കും ദോമി. അതിൻ്റെ അർത്ഥം നാഥ കൂടെ വസിക്കണമേ. എല്ലാവരും ഒന്ന് ഉറക്കെ കർത്താവിനോട് നാഥ കൂടെ വസിക്കണമേ എന്ന് പറഞ്ഞേ. ഒന്നുകൂടി ഉറക്കെ പറഞ്ഞേൻ. അപ്പോൾ ഈ എമ്മാവൂസ് ശിഷ്യന്മാര് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് കുർബാന. ആ എമ്മാവൂസ് ശിഷ്യന്മാരെല്ലാവരും പോയി വഴക്ക് പറഞ്ഞ് ഏകദേശം പരസ്പരം അങ്ങോട്ട് സംസാരിക്കണ മാതിരി നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും പറയണം. ഇതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കർത്താവെ കൂടെ വസിക്കണമേ. അത് ഇന്ന് ഞാൻ മറക്കില്ല, ആ എമ്മാവൂസ് അനുഭവം.
അത് കഴിയുമ്പോൾ കർത്താവ് എന്താ ചെയ്തത്? അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? 30-ാമത്തെ വാക്യത്തിൽ അവർ അവനെ തിരിച്ചറിഞ്ഞു. കരിസ്മാറ്റിക് കൺവെൻഷൻ ആരംഭിച്ചപ്പോൾ, ഈ നവീകരണം ഉണ്ടായപ്പോൾ ഒരുപാട് പേർക്ക് തിരിച്ചറിയാത്ത കർത്താവിനെ തിരിച്ചറിയാൻ, കണ്ണുണ്ടായിട്ടും കാണാതിരുന്ന കർത്താവിനെ തിരിച്ചറിയാൻ കാരണമായത് ഈ നവീകരണമാണെങ്കിൽ ഒരു നല്ല പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ. അതിൻ്റെ സുവർണ ജൂബിലിയാണ്. പക്ഷെ അത് മാത്രമല്ല, കർത്താവ് പറഞ്ഞ വാക്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ എന്ത് സംഭവിച്ചു? അപ്പോൾ വചനത്തിന് അർത്ഥം മനസ്സിലാക്കാതിരുന്നപ്പോൾ, ഈ നായിക്കമ്പറമ്പൻ ആദ്യത്തില് കൺവെൻഷന് പ്രസംഗം തുടങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യത്തിൽ മനസ്സിലാകാതിരുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ഹൃദയം ജ്വലിച്ചു. ഇല്ലേ? ഒരു പ്രൈസ് ദി ലോർഡ് കൂടി പറഞ്ഞേ. അതെനിക്കൊരു അനുഭവമായി. ഈ സ്തുതിപ്പുണ്ടായിരുന്നു, നന്നായിട്ട് പ്രൈസ് ദി ലോർഡ് പറഞ്ഞു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ ഇങ്ങനെ പ്രൈസ് ദി ലോർഡ് പറയും, കാരണം അതൊരു ശൈലിയായി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, എല്ലാവരും ഇതിപ്പോൾ ഈ കരിസ്മാറ്റിക് നവീകരണത്തിൽ അന്ന് തുടക്കത്തിലുണ്ടായിരുന്നു. നമ്മൾ ധ്യാനിച്ചപ്പോൾ 1976 സെപ്റ്റംബർ മാസത്തിൽ ആലുവ സെമിനാരിയിൽ ഫാദർ റൂഫസ് ആണ് കേരളത്തിലത്തെ ആദ്യത്തെ കരിസ്മാറ്റിക് ധ്യാനം ആലുവ സെമിനാരിയിൽ നടന്നത്. അതിന് കാരണക്കാരൻ ഫാദർ മാർസിലിനോസ് തന്നെയാണ്, സ്പെയിൻകാരൻ. അങ്ങനെ വന്ന് ആലുവ സെമിനാരിയിൽ കേരളത്തിലത്തെ ആദ്യത്തെ ധ്യാനം കഴിഞ്ഞു. ആ ധ്യാനത്തിൽ പങ്കെടുത്ത ആളാണ് ഈ അച്ഛനും ഞാനും. അന്ന് പറഞ്ഞു, അന്നത്തെ ധ്യാനത്തിൽ ഞങ്ങളോട് പറഞ്ഞു, യു ഹാവ് ടു ബാപ്റ്റൈസ്ഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു അനുഭവം, സ്തുതിപ്പും പ്രാർത്ഥനകളും പ്രൈസ് ദി ലോർഡും ജീസസ് ഈസ് ലോർഡ് എന്നൊക്കെ എല്ലാം പറഞ്ഞ് കുറേയേറെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഓരോ വ്യക്തിയുടെ മേലും എൻ്റെ മേലും എല്ലാവരും കൈവച്ച് പറഞ്ഞു, യു ബി ബാപ്റ്റൈസ്ഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കേരളത്തിൽ നിന്നുള്ള, മറ്റു സ്പെയിൻകാരനാണ് അച്ഛൻ, കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ജീസസ് യൂത്ത്, ആദ്യത്തെ കരിസ്മാറ്റിക് ഞാനാ. ഒന്ന് പ്രൈസ് ദി ലോർഡ് ഞാൻ തന്നെ പറയുക. പിന്നെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് അപ്പോസ്തല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ലോകത്തിന് അതിർത്തികൾ വരെ. അങ്ങനെ സാക്ഷ്യം വഹിച്ചപ്പോൾ, കാര്യം പനക്കലച്ചനോടും വള്ളുവരാനച്ചനോടും ഒക്കെ സ്നേഹമുണ്ട്, പക്ഷെ മാത്യു അച്ഛനോട് പ്രത്യേകിച്ച് പറയുമ്പോൾ ആരും വിഷമം വിചാരിക്കരുത്. അങ്ങനെ കഴിഞ്ഞപ്പോൾ മാത്യു അച്ഛൻ ഒരു വളർച്ച, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് നയിക്കപ്പെട്ട് വളരുകയാണ്. ഞാൻ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു. അന്ന് 1.5 ലക്ഷത്തോളം ആൾക്കാർ ആ ധ്യാനത്തിൽ നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശരിയല്ലേ? ഒരു പ്രൈസ് ദി ലോർഡ്. മാത്യു അച്ഛന് തന്നതിന് ഒരു പ്രൈസ് ദി ലോർഡ് പറയേ. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ കേരളത്തിലുണ്ടായ മാറ്റം, അത് അത്ഭുതങ്ങളല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായി. ശരിയാ. യോഹന്നാൻ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞെന്താ? ഞാൻ നിങ്ങളെ. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. യേശുവിൻ്റെ, ഞാൻ ചോദിക്കട്ടെ, ഈശോയെ കിട്ടിയ ആൾക്കാർ ആരൊക്കെയാ? ഈശോയെ കിട്ടിയ ആൾക്കാർ ആരൊക്കെയാ? ആരാ? പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയെ കിട്ടിയത് എങ്ങനെയാ? ആദ്യം തന്നെ പരിശുദ്ധ അമ്മ ലൂക്കായുടെ സുവിശേഷം വായിക്കുന്ന പോലെ, 1-ാമത്തെ അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്ന പോലെ, പരിശുദ്ധ അമ്മ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വചനം ശ്രവിച്ചു. ഇവിടെ വന്ന് നിങ്ങളൊക്കെ വചനം ശ്രവിക്കുന്നവരല്ലേ? ഒരു ചെവി കൂടെ കേട്ട്. പക്ഷെ മറിയം ചെയ്ത് എന്താ? ലൂക്കായുടെ സുവിശേഷം 2:19 51 വായിക്കുന്ന പോലെ മറിയം സംഗ്രഹിച്ചു. സംഗ്രഹിച്ചുകൊണ്ടും ഈശോനെ കിട്ടിയില്ല. പിന്നെ എന്ത് ചെയ്തു? സംഗ്രഹിച്ചുകൊണ്ട് മാത്രം കിട്ടിയില്ല.
എലിസബത്ത് പറഞ്ഞതുപോലെ ലൂക്ക 1:41 എന്താ പറഞ്ഞ്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചു. വചനത്തിൽ വിശ്വസിച്ചു. അത് എന്നിട്ടും കിട്ടിയില്ല. ലൂക്ക 1:38 അപ്പോ ശ്രവിച്ചു, സംഗ്രഹിച്ചു, വിശ്വസിച്ചു, എന്നിട്ടും കിട്ടിയില്ല. ലൂക്ക 1:38 സ്വീകരിച്ചു, എന്നിട്ടും കിട്ടിയില്ല. ഈശോയെ എങ്ങനെ കിട്ടാന്ന് ചോദിച്ചേ? നിങ്ങൾക്കൊക്കെ ഈശോയെ കിട്ടിയവരാണോ? എങ്ങനെ കിട്ടിയേ? മറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ലൂക്ക 1:35 പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വന്ന് ഈശോയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇരിക്കപ്പൊറുതി ഉണ്ടാവില്ല. ഈ മാത്യുവച്ചന് പിന്നീട് അത് ജോൺസൺ പിന്നെ കിട്ടി. കന്യാസികൾക്ക് എന്തോരം കിട്ടിയെന്നറിയാം. ഇരിക്കപ്പൊറുതി ഉണ്ടായില്ല. അപ്പോൾ കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കപ്പൊറുതി ഉണ്ടായില്ല. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ പ്രത്യേകതയാണ്. പരിശുദ്ധാത്മാവെന്നാൽ ഈശോയെ കിട്ടും. എങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ വചനം മാംസം ധരിച്ച് യോഹന്നാൻ 1:14 നമ്മുടെ ഇടയിൽ വസിച്ചു. അങ്ങനെ വന്ന് ഇരിക്കപ്പൊറുതി ഇല്ലാണ്ടായപ്പോൾ എന്ത് ചെയ്തു? ആവശ്യത്തിലുള്ളിടത്ത് എല്ലായിടത്തേക്ക് പോയി. പണിക്കലച്ച, ബാത്തിയച്ച, പിതാവേ, ജോച്ച, ജോൺസച്ച, എത്ര സ്ഥലത്തേക്കാണ് നിങ്ങൾ പോയില്ലേ? നീ ഇപ്പം ഇംഗ്ലീഷ് സെക്ഷനിലാണെങ്കിൽ അഗസ്റ്റിനച്ചൻ്റെ നേതൃത്വത്തിൽ എത്ര സ്ഥലത്തേക്കാണ് പോയേ? ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും തുടങ്ങി. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ എലിസബത്തിന് എന്ത് സംഭവിച്ചു? ഈശോ ചെന്ന് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഈശോയെ സംവഹിച്ചു. ഈശോ സംവഹിച്ചു പോയപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. ഈശോയെ പ്രസവിച്ചു, പ്രദാനം ചെയ്തു, പ്രഘോഷിച്ചു. അങ്ങനെ ഈശോയെ കൊടുത്ത പരിശുദ്ധ അമ്മ. ഇന്ന് ഈശോയെ കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. കരിസ്മാറ്റിക് നവീകരണത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കോട്ടയിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ 50 വർഷത്തിനുള്ളിൽ കേരളത്തിൽ 106 ധ്യാന കേന്ദ്രങ്ങളുണ്ട്. നമുക്ക് ഉറക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രൈസലോട് പറയണ്ടേ? എന്തുമാത്രം ദൈവാനുഗ്രഹങ്ങളാണ്. വചനം മാംസം ധരിക്കുന്ന സ്ഥലങ്ങൾ എല്ലാ ഇടവകളിലുണ്ടായി. ഒരുപാട് കുടുംബങ്ങളിലുണ്ടായി. ധ്യാന കേന്ദ്രങ്ങളിലുണ്ടായി. അതിൻ്റെ ഫലങ്ങൾക്കെല്ലാം നമ്മൾ ഇന്ന് നന്ദി പറയുക. റോമ 8:14 എന്താണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം. അപ്പോൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ടായതിന്, ശക്തി പ്രാപിച്ചതിന്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചതിന് ഈ ജൂബിലി വേളയിൽ കോട്ടയിൽ നിന്ന് ആരംഭിച്ച് ഡിവൈനിലൂടെ വന്ന് പിന്നെ എത്ര ധ്യാനകേന്ദ്രം? 106 ധ്യാനകേന്ദ്രം. അവിടെയെല്ലാം ദൈവാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പ്രവർത്തനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് യേശു പറഞ്ഞു, അനാഥരായി വിടുകയില്ല. സത്യാത്മാവ് വരുമ്പോൾ, അപ്പോൾ യോഹന്നാൻ സുവിശേഷം 16:7-8 പറഞ്ഞ് അവനെ എന്തൊക്കെ പഠിപ്പിക്കും? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച് എല്ലാം പഠിപ്പിക്കും. ആ പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെട്ട് യേശു വന്നത്തെ ആദ്യത്തെ പ്രസംഗം മാർക്കോസ് 1:15 എന്താണ്? സമയം സമാഗതമായി. അങ്ങനെ അനുതാപത്തിലേക്ക് എത്ര പേര്? ദൈവത്തിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ച എത്ര പേര്? യേശുവിൻ്റെ ശിഷ്യരായി തീർന്ന എത്ര പേര്? അങ്ങനെ വരുന്നതിന് നന്ദി പറയലാണ് ഈ ഗോൾഡൻ ജൂബിലി. ലേവ്യരുടെ പുസ്തകത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ എന്താ? ഇത് ജൂബിലി വർഷമാണ്. അത് വിശുദ്ധ വത്സരമാണ്. അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണം. എന്താണ് സ്വാതന്ത്ര്യം? പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവചനത്തിന് മുമ്പിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തണം. മറിയം നടത്തിയ സ്വാതന്ത്ര്യത്തിന്റെ ഡെഫിനിഷനും പ്രഖ്യാപനം ഏതാ? ലൂക്ക 1:38 കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ. അപ്പോൾ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വചനം ശ്രവിക്കലാണ്. വചനം മാംസം കൊടുക്കലാണ്. പരിശുദ്ധാത്മാവിനാൽ വചനത്തിന് മാംസം കൊടുക്കലാണ്.
അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉറക്കെ ലൂക്ക 1:38 മറിയത്തെ പോലെ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം നടത്താമോ? എല്ലാവരും ഉറക്കെ. ഇതാ നിന്റെ വാക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മിൽ നടക്കണം. ഇതാണ് സുവർണ്ണ ജൂബിലിയിൽ. പിന്നെ പറഞ്ഞെന്താ? ഓരോരുത്തരും ലേവ്യരുടെ പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകട്ടെ. ചോദിക്കട്ടെ, എന്താ നമ്മുടെ കുടുംബം? സിസ്റ്റർമാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബം ഏതാ? അച്ഛന്മാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബം ഏതാ? അൽമാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബം ഏതാ? നമ്മൾ ജനിച്ചു വളർന്ന കുടുംബമുണ്ട്, സന്യാസ സമൂഹത്തിൻ്റെ കുടുംബമുണ്ട്, ഇടവകയുടെ രൂപതയുടെ കുടുംബമുണ്ട്. നമ്മുടെ കുടുംബം ഏതാ? ഈശോ ശിരസും, കൊരിന്ത്യക്കാർക്ക് 11-12 അധ്യായം, നമ്മൾ അവയവങ്ങളുമായ കുടുംബം. ഈശോ തായ്തണ്ടും നമ്മൾ ശിഖരങ്ങളുമായ കുടുംബം. ഈശോ മൂലക്കല്ലും നമ്മൾ അതിന്മേൽ ഭവനങ്ങളായി ഓരോ കല്ലുകളായ കുടുംബം. ഈശോ നല്ല ഇടയനും അജഗണമായ കുടുംബം. എഫേസ്യർക്ക് 5-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന പോലെ ഈശോ മണവാളനും സഭ മണവാട്ടിയുമായ കുടുംബം. ആ കുടുംബത്തില് ഈശോയുടെ ആത്മാവിൻ്റെ അഭിഷേകം നൽകല, അല്ലാണ്ട് ഞാൻ എന്ന ഭാവം ഉണ്ടാകാൻ പാടില്ല. ഈശോ മാത്രമേ പാടുള്ളൂ. ഈശോ ആത്മാവിൻ്റെ വാക്കുകൾ മാത്രമേ കൗൺസിലിംഗ് ഉണ്ടാകാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഓരോരുത്തർക്കും തങ്ങൾ ജൂബിലിയിൽ വേണ്ടത് ലേവ്യരുടെ പുസ്തകത്തിൽ പറഞ്ഞ് ഓരോരുത്തർക്കും തങ്ങളുടെ എന്ത് തിരിച്ചു കിട്ടണം? സ്വത്ത് തിരികെ കിട്ടണം. എന്താണ് സ്വത്ത്? 50 വർഷം മുമ്പ് കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് കിട്ടിയത്, 50 വർഷം മുമ്പ് മാറ്റിവെച്ച ആ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ കിട്ടിയത് എന്താ? ആ സ്വത്ത് എന്താ? ഈശോയുടെ ആത്മാവിനെ, ഈശോയെയും അവിടുത്തെ ആത്മാവിനെയും കിട്ടിയത് പിതാവ് തന്നത്. ഇതാണ് നമ്മുടെ സ്വത്ത്. പ്രൈസ് ദി ലോർഡ്. ആ സ്വത്ത് ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ട് ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്വത്തുകൾക്കായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ച് ഈ ശരിയായ സ്വത്ത്, ആത്മാവിൻ്റെ നവീകരണത്തിൻ്റെ സ്വത്ത്, അത് തിരിച്ചു കിട്ടണം. അതിനാണ് ഈ ജൂബിലി. പക്ഷെ ഒരു കാര്യം കൂടി ഓർമ്മ വേണമെന്ന് ലേവ്യരുടെ പുസ്തകത്തിൽ പറഞ്ഞു. സ്വാതന്ത്ര്യം കിട്ടണം, കുടുംബത്തിലേക്ക് പോകണം, സ്വത്ത് തിരിച്ചു കിട്ടണം. ഒരു കാര്യം കൂടി വേണമെന്ന് ബോധ്യം ഉണ്ടാവണം. ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് പോകട്ടെ. അവകാശ സ്ഥലത്തെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലാണ് കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെ ലക്ഷ്യം. ആ എമ്മാവു ശിഷ്യന്മാര് എമ്മാവുസിൽ ചെന്ന് ഈശോ അപ്പം മുറിച്ച് കൊടുത്തപ്പോൾ അവരുടെ കണ്ണു തുറന്നു, അവരുടെ ഹൃദയം ജ്വലിച്ചു. അവർ പിന്നെ ഈശോയെ മനുഷ്യരൂപത്തിലല്ല കണ്ടത്, അപ്പത്തിൻ്റെ രൂപത്തിലാ അവർ ഈശോയെ കണ്ടത്. ഹൃദയത്തിൽ കണ്ടപ്പോൾ വചനത്തിൻ്റെ രൂപത്തിലാ. പക്ഷേ ഈശോ പറഞ്ഞ മറ്റൊരു രൂപത്തിൽ അവർ ഈശോയെ കണ്ടില്ല. എന്താണ് മറ്റൊരു രൂപം? 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ആ രൂപത്തിൽ എമ്മാവുസിൽ കണ്ടില്ല. അവരായിരിക്കേണ്ട കൂട്ടായ്മ ഇന്ന് അത് പറഞ്ഞു. എന്താണ് ലൂക്ക 24:49 പറഞ്ഞത്? എന്താ? അപ്പോസ്തല പ്രവർത്തനം 1:4 പറഞ്ഞത് എന്താ? അത്യുന്നതങ്ങളിൽ ശക്തി സംഭരിക്കുന്നവരെ ജെറൂസലത്തിൽ വസിക്കും. ഈ കൂട്ടായ്മയിൽ താമസിക്കണം. പന്തക്കുസ്ത അനുഭവത്തിന് ശേഷം മാത്രമേ നിങ്ങൾ ഹോളി മാസ് ആവുള്ളൂ, നിങ്ങൾ ഐക്യപ്പെടുന്നവരാകുള്ളൂ. പക്ഷെ അവർ സ്വന്തം വഴിക്ക് പോയി. അപ്പോൾ ഈശോയെ അവരെ കണ്ടില്ല. അവർ കണ്ണു തുറന്നപ്പോൾ അവർ എഴുന്നേറ്റു, തിരിച്ചു പോയി, മാനസാന്തരപ്പെട്ടു, ജെറൂസലത്തിൽ പോയി. അവിടെ വന്നപ്പോൾ അവർ ശിഷ്യന്മാർ പറയാണ്, ക്രിസ്തു സത്യമായിട്ട് ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഇവർ ഈശോയെ കണ്ട വിവരം പറഞ്ഞു. അപ്പോൾ ഇതാണ് ഈ അവകാശ സ്ഥലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഈശോയെ കിട്ടണമെങ്കിൽ ഈ കൂട്ടായ്മയിലുണ്ട്. ഈ എളിയവരിൽ ഒരുവര് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്, മത്തായി 25:40. അവിടെയും ഈശോയെ കണ്ടെത്തണം. അവർ തിരിച്ചു വന്നു, ശക്തി സംഭരിച്ചു, ആത്മാവ് കിട്ടി, പിന്നെ അതിർത്തികൾ വരെ പോവുകയാണ്. ആ എമ്മാവ് ശിഷ്യന്മാരുടെ അനുഭവം. യേശുവിനോടുള്ള കൂട്ടായ്മ, യേശു സ്ഥാപിച്ച സഭയോടുള്ള കൂട്ടായ്മ,
ആ കൂട്ടായ്മയിലാണ് നമ്മൾ അവകാശ സ്ഥലത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്. പിന്നെ എന്തിനു ജീവിക്കണേ? അവകാശ സ്ഥലം ഏതാ? യോഹന്നാൻ 14:3 ഞാൻ ആയിരിക്കുന്നിടത്ത്. സംശയം തോന്നിയ തോമാസ് ലീഹായുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് യോഹന്നാൻ 14:6 വായിച്ചെന്താ? ഞാനാകുന്നു വഴിയും സത്യവും. പക്ഷേ അവിടെയും ലക്ഷ്യമല്ല. ഈശോ അതിൻ്റെ 2ാം ഭാഗം എന്താ? ലക്ഷ്യം പിതാവിൻ്റെ ഭവനം, സ്വർഗം, അവകാശ സ്ഥലം. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഓരോ മനുഷ്യൻ്റെയും ലക്ഷ്യം പിതാവിൻ്റെ ഭവനം സ്വർഗമാണെന്ന് ബോധ്യമുള്ളവര് വിശ്വാസത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ.